ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ടോസ് അക്കാഡമി. ടോസ് അക്കാഡമിയുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വൺ ഓർ ദി അതർ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും ഒരുപാട് ടോപ്പിക്സുകൾ കാണും ആൻഡ് ക്വസ്റ്റ്യൻസ് ധാരാളം സോൾവ് ചെയ്ത് പഠിച്ചാലാണ് നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നൗ ബോട്ടണി ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആയാലും അല്ലെങ്കിൽ ലൈഫ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് എക്സാം എടുത്താലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് ജെനറ്റിക്സ്. ജെനറ്റിക്സ് പോർഷനിൽ നിന്നും തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും വരാം, അല്ലെങ്കിൽ പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസുകളുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെനറ്റിക്സ് പോർഷനിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. ടോസ് അക്കാഡമി സെറ്റ്, KTET, നെറ്റ്, HSST, HSA, LP, UP എക്സാംസിന് കോച്ചിങ് നൽകുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ആൻഡ് ടോസ് അക്കാഡമിയിൽ സെറ്റ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്ട്സ് ആണ് ബോട്ടണി, സുവോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ് ആൻഡ് ജനറൽ പേപ്പർ. ആൻഡ് ടോസ് അക്കാഡമിക്ക് ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ആൻഡ് ടെലിഗ്രാം ഗ്രൂപ്പിൽ സ്റ്റഡി ടിപ്പ് വീഡിയോസും അതേപോലെ ഡെയിലി ക്വിസുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ബോത്ത് ജനറൽ പേപ്പറിനും അതേപോലെ സബ്ജക്റ്റ് വൈസും ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ആൻഡ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് എല്ലാവരും ജോയിൻ ചെയ്യുക, ക്വിസുകൾ അറ്റൻഡ് ചെയ്യുക. ടോസ് അക്കാഡമിയിൽ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറിക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ നൗ ലെറ്റ് us discuss the first problem. The following genotypes are crossed, that is capital A small a, capital B small b, capital C small c and capital D small d, crossed with capital A small a, capital B small b, capital C small c and capital D small d. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന പാരന്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഹെട്രോസൈഗോട്ട് ആയിട്ടുള്ള പാരൻസ് ആണ്. ഈ രണ്ട് പാരന്റിൻ്റെ ജീനോട്ടിപ്പിക് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ സെയിം ആണ്. രണ്ട് പാരന്റിൻ്റെയും ജീനോടൈപ്പ് സെയിം ആണ്. ഹെട്രോസൈഗോട്ട് കണ്ടീഷനാണ്, കംപ്ലീറ്റ് ഹെട്രോസൈഗോട്ട് കണ്ടീഷനാണ്. ഈ രണ്ട് പാരന്റും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോജനികൾ എന്ന് പറയുമ്പോൾ പല ജീനോടൈപ്പ് കോമ്പിനേഷനുള്ള പ്രോജനികളെ കിട്ടും. ദർ വിൽ ബി ഡിഫറെൻറ്റ് പ്രോജനീസ്. പല പ്രോജനികൾക്കും ഉണ്ടാകും. ഈ പല പ്രോജനികൾക്കും പല ജീനോടൈപ്പും ആയിരിക്കും. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? ഈ പാരന്റുകൾ രണ്ടും ക്രോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന പ്രോജനികൾക്ക് സ്മോൾ എ സ്മോൾ എ, സ്മോൾ ബി സ്മോൾ ബി, സ്മോൾ സി സ്മോൾ സി ആൻഡ് സ്മോൾ ഡി സ്മോൾ ഡി, അതായത് കംപ്ലീറ്റ്ലി റെസസീവ് ആയിട്ടുള്ള കണ്ടീഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. Give the proportion of the progeny of this cross having the following genotypes: small a small a, small b small b, small c and small d. കംപ്ലീറ്റ് റെസസീവ് ആയിട്ടുള്ള ഓഫ്സ്പ്രിങ് വരാൻ വേണ്ടിയിട്ടുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊരു മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ടൈ ഹൈബ്രിഡ് ക്രോസ് ആണെങ്കിലും ഈസി ആയിട്ട് ചെയ്യാം. ഒരു പനൽ സ്ക്വയർ ഒക്കെ വെച്ചിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 4 അലീലി കോമ്പിനേഷനാണ്. ഈ 4 അലീലി കോമ്പിനേഷൻ ഒരു പന്നറ്റ് സ്ക്വയർ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപാട് സമയം എടുക്കും. നമ്മളിവിടെ എന്താ ചെയ്യേണ്ടേ? നമുക്ക് ഒരു ഈസി മെത്തേഡ് എടുക്കാം. ദാറ്റ് ഈസ് ഓരോ അലീലും എടുത്തിട്ട് അതിൽ നിന്ന് ക്രോസ് ചെയ്തിട്ട് ഓരോ റെസസീവ് അലീൽ വരാനായിട്ടുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. അതിനുശേഷം അക്കോർഡിംഗ് ടു ദി മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റി എല്ലാ ഈവൻസും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ജീനോടൈപ്പ് ഓഫ് ദി ഓഫ്സ്പ്രിങ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് നമ്മൾ പാരന്റൽ ജീനോടൈപ്പ് എഴുതാം. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എ സ്മോൾ എ, ക്യാപിറ്റൽ ബി സ്മോൾ ബി, ക്യാപിറ്റൽ സി സ്മോൾ സി, ക്യാപിറ്റൽ ഡി സ്മോൾ ഡി, ക്രോസ്ഡ് വിത്ത് ക്യാപിറ്റൽ എ സ്മോൾ എ, capital A small a, capital B small b, capital C small c and capital D small d. ആൻഡ് ഈ ക്രോസിന് ശേഷം കിട്ടേണ്ട ഓഫ് സ്പ്രിങ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ സ്മോൾ എ സ്മോൾ എ, സ്മോൾ ബി സ്മോൾ ബി, സ്മോൾ സി ആൻഡ് സ്മോൾ ഡി. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബബിലിറ്റി വരണം. ഓഫ് സ്പ്രിങ്ങിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി റെസസീവ് ആയിട്ടുള്ളൊരു ഓഫ് സ്പ്രിങ്ങിൻ്റെ ജീനോടൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോജനിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെ ആദ്യം എന്താ ചെയ്യേണ്ടേ? എ അലീൽ തമ്മിൽ ക്രോസ് ചെയ്തിട്ട് അതിൽ നിന്നും സ്മോൾ എ വരാനായിട്ടുള്ള പ്രോബബിലിറ്റി, പിന്നെ ബി അലീൽ ക്രോസ് ചെയ്തിട്ട് അതിൽ നിന്നും സ്മോൾ ബി വരാനും, സി അലീൽ ക്രോസ് ചെയ്യുമ്പോൾ സി അലീലിൽ നിന്നും സ്മോൾ സി വരാനുള്ള കോമ്പിനേഷനും, ഡി അലീൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ഡി വരാനായിട്ടുള്ള പോസിബിലിറ്റി ചെയ്തിട്ട് എല്ലാ ഇവൻറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് ദ പ്രോബബിലിറ്റി. സോ ഫസ്റ്റ് നമുക്ക് എ അലീൽ ചെയ്യാം. സോ ഫസ്റ്റ് ഇസ് എ അലീൽ, capital A small a crossed with capital A small a. ഇവിടെ
ഈ ഒരു ഫസ്റ്റ് പാരൻറ്റിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ഗ്യാമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എ ഗ്യാമേറ്റ് വരും ആൻഡ് ഇവിടെ സ്മോൾ എ ഗ്യാമേറ്റും വരും. ദീസ് ആർ ദ കോമ്പിനേഷൻ. ഇനി അടുത്ത കേസ് സെക്കൻഡ് പാരൻറ്റിൽ നിന്നും സെയിം തന്നെയാണ്, ക്യാപിറ്റൽ എ ഗ്യാമേറ്റും വരും സ്മോൾ എ ഗ്യാമേറ്റും വരും. ഇനി ഇവർ തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഓഫ് സ്പ്രിങ്ങിൻ്റെ കോമ്പിനേഷൻ നോക്കാം. ക്യാപിറ്റൽ എ ഫ്രം ദി ഫസ്റ്റ് പാരൻറ്റിൽ നിന്നും ക്യാപിറ്റൽ എ ഫ്രം ദി സെക്കൻഡ് പാരൻറ്റിൽ നിന്നുമാണ് ക്രോസ് ചെയ്ത് വരുന്നതെങ്കിൽ ദ ഓഫ് സ്പ്രിങ് വിൽ ബി ക്യാപിറ്റൽ എ കംപ്ലീറ്റ് ഹോമോസൈഗസ് ഡോമിനൻറ്റ് കണ്ടീഷൻ. ഇനി ഫസ്റ്റ് പാരൻറ്റിൽ നിന്നും ക്യാപിറ്റൽ എ അലീലും സെക്കൻഡ് പാരൻറ്റിൽ നിന്നും സ്മോൾ എ അലീലുമാണ് വരുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി എ ഹെട്രോസൈഗോട്ട്. ക്യാപിറ്റൽ എ സ്മോൾ എ ആയിരിക്കും. ഇനി ഫസ്റ്റ് പാരൻറ്റിൽ നിന്നും റെസസീവ് അലീലും സെക്കൻഡ് പാരൻറ്റിൽ നിന്നും ഡോമിനൻ്റ് അലീലുമാണ് വരുന്നതെങ്കിലോ ദാറ്റ് ഓൾസോ വിൽ ബി ക്യാപിറ്റൽ എ സ്മോൾ എ ഹെട്രോസൈഗോസ് ഡോമിനൻറ്റ്. ഇനി ഫസ്റ്റ് പാരൻറ്റിൽ നിന്നും റെസസീവ് അലീലും സെക്കൻഡ് പാരൻറ്റിൽ നിന്നും റെസസീവ് അലീലാണ് വരുന്നതെങ്കിൽ സ്മോൾ എ ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ ഓൾ ടുഗെദർ പോസിബിലിറ്റി ഓഫ് ദി ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ക്യാപിറ്റൽ എ സ്മോൾ എ ആൻഡ് സ്മോൾ എ. അപ്പോൾ നമ്മൾ ഈ എഴുതിയിരിക്കുന്നതൊന്നും ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. ഓൾ ദ പോസിബിലിറ്റീസ് ആർ ഹോമോസൈഗസ് ഡോമിനൻറ്റ്, ഹെട്രോസൈഗോട്ട് ഡോമിനൻറ്റ് ആൻഡ് ഹോമോസൈഗസ് റെസസീവ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഹോമോസൈഗസ് ഡോമിനൻ്റ് ഉണ്ട്, രണ്ട് ഹെട്രോസൈഗോട്ട് ഡോമിനൻ്റും ഉണ്ട്, ഒരു ഹോമോസൈഗസ് റെസസീവും ഉണ്ട്. ഓൾ ടുഗെദർ 4 പോസിബിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഈ 4 പോസിബിലിറ്റിയിൽ നിന്നും ഒരെണ്ണമായിരിക്കും സ്മോൾ എ. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കംപ്ലീറ്റ്ലി റെസസീവ് എ അലീലാണ് എത്രയായിരിക്കും? 1 out of 4. 4 പോസിബിലിറ്റിയിൽ ഒരെണ്ണമാണ് സ്മോൾ എ. സോ ദറ്റ് വിൽ ബി ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സ്മോൾ എ ഈസ് 1/4. ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. ദാറ്റ് ഇസ് ബി അലീൽ. ബി അലീൽ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ബി സ്മോൾ ബി ക്രോസ്ഡ് വിത്ത് ക്യാപിറ്റൽ ബി സ്മോൾ ബി. ഇവിടെ ഗാമേറ്റ് ഫോർമേഷനും അതേപോലെ ഓഫ് സ്പ്രിങ്ങിൻ്റെ പോസിബിലിറ്റിയും സെയിം കൈൻഡ് ഓഫ് റേഷ്യോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഈ നേരത്തെ എ അലീൽക്ക് ചെയ്തില്ലേ, അതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ പോസിബിലിറ്റി ബി അലീലിൻ്റെ പോസിബിലിറ്റി നോക്കാം. അപ്പം നമുക്കിവിടെ കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ആയിട്ടുള്ള ബി അലീൽ ഉണ്ടാകും, ഹെട്രോസൈഗോട്ട് ബി അലീൽ ഉണ്ടാകും, അതേപോലെ റെസസീവ് ബി അലീലും ഉണ്ടാകും. അപ്പോൾ ഹിയർ 1 will be completely dominant homozygous condition, dominant heterozygous condition 2 എണ്ണവും ആൻഡ് ഹോമോസൈഗസ് റെസസീവ് എന്ന് പറയുമ്പോൾ ഒരെണ്ണവുമായിരിക്കും. അപ്പോൾ ഇവിടെ ഓൾ ടുഗെദർ എത്ര പോസിബിലിറ്റി ഉണ്ട്? 4 പോസിബിലിറ്റി ഉണ്ട്. അതിൽ ഒരെണ്ണമായിരിക്കും സ്മോൾ ബി. സോ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സ്മോൾ ബി വിൽ ബി 1/4. സെയിം കണ്ടീഷൻ തന്നെയാണ് സി അലീലിനും ഉള്ളത്. സി അലീൽ എടുത്തു കഴിഞ്ഞാൽ തേർഡ് കോമ്പിനേഷൻ ആണ്. സി അലീൽ എടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ സി സ്മോൾ സി ക്രോസ്ഡ് വിത്ത് ക്യാപിറ്റൽ സി സ്മോൾ സി ആണെങ്കിൽ പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഹോമോസൈഗസ് ഡോമിനൻറ്റ് സി അലീൽ, ഹെട്രോസൈഗോട്ട് സി അലീൽ, ഹെട്രോസൈഗോസ് ഡോമിനൻറ്റ് സി അലീൽ ആൻഡ് റെസസീവ് സി അലീലായിരിക്കും വരുന്നത്. ദാറ്റ് ഇസ് ഹോമോസൈഗസ് കണ്ടീഷൻ. അപ്പോൾ ഓൾ ടുഗെദർ ഇവിടെ എത്ര പോസിബിലിറ്റി ഉണ്ട്? 4 പോസിബിലിറ്റി ഉണ്ട്. ഈ 4 എണ്ണത്തിൽ ഒരെണ്ണമായിരിക്കും വാട്ട്? കംപ്ലീറ്റ്ലി റെസസീവ് ഹോമോസൈഗസ് കണ്ടീഷൻ. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സ്മോൾ സി എത്രയാണ്? 1/4. ഇനി ഡി അലീൽ നോക്കാം. ഡി അലീൽ ക്യാപിറ്റൽ ഡി സ്മോൾ ഡി ക്രോസ്ഡ് വിത്ത് ക്യാപിറ്റൽ ഡി സ്മോൾ ഡി. അഗൈൻ ഇവിടെ ക്യാപിറ്റൽ ഡി ഹോമോസൈഗസ് ഡോമിനൻ്റ് ആയിട്ടുള്ള ഡി അലീലുണ്ട്, heterozygous dominant D allele, heterozygote dominant D allele and homozygous recessive D allele ഉണ്ട്. ഇവിടെ 4 പോസിബിലിറ്റി ഉണ്ട്. ഈ 4 പോസിബിലിറ്റിയിൽ ഒരെണ്ണമായിരിക്കും ഹോമോസൈഗസ് റെസസീവ്. പി ഓഫ് ഗെറ്റിംഗ് സ്മോൾ ഡി എത്രയാണ്? 1 out of 4. ഇനി നമുക്ക് നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 2 റൂളാണുള്ളത്, മൾട്ടിപ്ലിക്കേഷൻ റൂളും അഡീഷൻ റൂളും. മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറയുമ്പോൾ ആൻഡ് എന്ന് പറയുന്ന ടേം ആണ് നമുക്ക് വരുന്നതെങ്കിൽ വീൽ മൾട്ടിപ്ലൈ ദാൻ. ആൻഡ് ഇഫ് ഓർ എന്ന് പറയുന്ന ടേം ആണ് വരുന്നതെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും, അഡീഷൻ ആണ്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സ്മോൾ എ ആൻഡ് സ്മോൾ ബി ആൻഡ് സ്മോൾ സി ആൻഡ് സ്മോൾ ഡി. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സ്മോൾ എ ഓർ സ്മോൾ ബി ഓർ സ്മോൾ സി ഓർ സ്മോൾ ഡി എന്നല്ലല്ലോ, ആൻഡ് അല്ലേ. ഇപ്പോൾ പാരന്റൽ കോമ്പിനേഷനിൽ എല്ലാവരും ഉണ്ട്, ആ എല്ലാവരും തന്നെ ഓഫ് സ്പ്രിങ്ങിലും വേണം. സോ ഹിയർ
ആൻഡ് റൂളാണ് വരുന്നത്. സോ ആൻഡ് റൂൾ വന്നു കഴിഞ്ഞാൽ, ദാറ്റ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ വന്നു കഴിഞ്ഞാൽ ആൻഡ് ആണ് വരുന്നത്. ആൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ കോമ്പിനേഷൻസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് small a into probability of getting small b into probability of getting small c into probability of getting small d ചെയ്യുക. So what we get the answer is 1/4 into 1/4 into 1/4 into 1/4. So that will be 1/256. അപ്പോൾ ഇവിടെ ഓൾ ടുഗെദർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 256 ഓഫ് സ്പ്രിങ്സ് ഉണ്ട്, 256 പ്രോജനികളുണ്ട്. അതിൽ ഒരാളായിരിക്കും ഈ കംപ്ലീറ്റ് ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷൻ. പി ഓഫ് സ്മോൾ എ സ്മോൾ എ സ്മോൾ ബി സ്മോൾ ബി സ്മോൾ സി സ്മോൾ സി സ്മോൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ബി 1 ഔട്ട് ഓഫ് 256. 256 പ്രോജനികളിൽ ഒരു പ്രോജനി പ്രോബബിലിറ്റി ആയിരിക്കും സ്മോൾ എ സ്മോൾ എ സ്മോൾ ബി സ്മോൾ സി ആൻഡ് സ്മോൾ ഡി. സോ ക്ലിയർ അല്ലേ? നൗ ദിസ് ഇസ് എ ഹോംവർക്ക് ഫോർ യു. അപ്പം നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിൻ്റെ സെയിം ക്രോസ് തന്നെയാണ്. വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ഇപ്പോൾ തന്നിരിക്കുന്ന ഈ പ്രോബബിലിറ്റി, ഓഫ് സ്പ്രിങ് പ്രോബബിലിറ്റി എത്രയൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ സെയിം ക്രോസ് തന്നെയാണ്. ഈ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓഫ് സ്പ്രിങ് പോസിബിലിറ്റി തന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഹോമോസൈഗസ് ഡോമിനൻറ്റും കംപ്ലീറ്റ്ലി ഹെട്രോസൈഗോട്ട് ആയിട്ടുള്ള ഡോമിനൻറ്റ് കണ്ടീഷനിലുള്ള ഓഫ് സ്പ്രിങ് ഫോം ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഡു ദ പ്രോബ്ലം ആൻഡ് ഫൈൻഡ് ദി ആൻസർ. നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 2 parents are heterozygote for albinism. What is the probability of their child being albinism? അപ്പോൾ നമുക്ക് ആൽബിനിസം എന്ന് പറയുമ്പോൾ ഒരു ഹോമോസൈഗസ് റെസസീവ് ഡിസോർഡർ ആണ്. അതായത് സ്മോൾ എ അതെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെസസീവ് അലീൽ ഫോർ ആൽബിനിസം ഉണ്ടെങ്കിലാണ് ദ ചൈൽഡ് വിൽ ബി ആൽബിനിസ്റ്റിക്. അപ്പോൾ ആൽബിനിസം വരണമെന്നാണെങ്കിൽ കംപ്ലീറ്റ് റെസസീവ് കണ്ടീഷൻ ആയിരിക്കണം അലീൽ ഉണ്ടാകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് പാരൻസ് ഹെട്രോസൈഗോട്ടാണ്. ക്യാപിറ്റൽ എ സ്മോൾ എ ക്രോസ് ക്യാപിറ്റൽ എ സ്മോൾ എ ആണ്. പാരൻസ് ആർ ഹെട്രോസൈഗോട്ട്. അപ്പോൾ ദേ ആർ കാരിയേഴ്സ്. പാരൻസ് കാരിയേഴ്സ് ആണ് ആൻഡ് ദേ ആർ ഹെട്രോസൈഗോട്ട്. ഇവർക്ക് എന്താണ് ഡിസീസ് ഇല്ല, ആൽബിനിസം ഇല്ല. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഓഫ് സ്പ്രിങ്ങിൽ ആൽബിനിസം വരാനായിട്ടുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ ഇവിടെ പാരൻറ്റിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ഗ്യാമേറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം സോർട്ട് ഔട്ട് ചെയ്യാം. ക്യാപിറ്റൽ എ ദാറ്റ് ഇസ് ഡോമിനൻ്റ് എ അലീൽ വരാം, റെസസീവ് എ അലീലുള്ള ഗ്യാമേറ്റും വരാം. സെക്കൻഡ് പാരൻറ്റിൽ നിന്നും സെയിം പോസിബിലിറ്റിയാണ്. ഒരു ഡോമിനൻ്റ് എ അലീലുള്ള ഒരു ഗ്യാമേറ്റും വരാം, റെസസീവ് എ അലീലുള്ള ഗ്യാമേറ്റും വരാം. ഇനി ഇവർ തമ്മിൽ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ഔട്ട്കം ആയിരിക്കും പോസിബിൾ എന്ന് നോക്കാം. ഫസ്റ്റ് പാരൻറ്റിൽ നിന്നും ക്യാപിറ്റൽ എ അലീലും സെക്കൻഡ് പാരൻറ്റിൽ നിന്നും ക്യാപിറ്റൽ എ അലീലും വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ക്യാപിറ്റൽ എ ഓഫ് സ്പ്രിങ് ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡോമിനൻറ്റ് ഹോമോസൈഗസ് ആയിട്ടുള്ള ഓഫ് സ്പ്രിങ് ആയിരിക്കും വരുന്നത്. ഇനി ഫസ്റ്റ് പാരൻറ്റിൽ നിന്നും ക്യാപിറ്റൽ എയും സെക്കൻഡ് പാരൻറ്റിൽ നിന്നും റെസസീവ് എ അലീലുമാണ് വരുന്നതെങ്കിൽ ഇറ്റ് ഓൾസോ വിൽ ബി എ ഹെട്രോസൈഗോട്ട് അലീൽ, ക്യാപിറ്റൽ എ സ്മോൾ എ കണ്ടീഷൻ ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാരൻറ്റിൽ നിന്നും സ്മോൾ എ അലീലും സെക്കൻഡ് പാരൻറ്റിൽ നിന്നും ക്യാപിറ്റൽ എ അലീലും വന്നു കഴിഞ്ഞാലോ അതും നേരത്തെ പറഞ്ഞ പോലെ ഹെട്രോസൈഗോട്ട് ഡോമിനൻറ്റ് കണ്ടീഷൻ ആയിരിക്കും. ഇനി നെക്സ്റ്റ് സ്മോൾ എ അലീൽ ഫ്രം ദി ഫസ്റ്റ് പാരൻറ്റ് ആൻഡ് സ്മോൾ എ അലീൽ ഫ്രം ദി സെക്കൻഡ് പാരൻറ്റ് ആണ് വരുന്നതെങ്കിൽ ദിസ് വിൽ ബി എ റെസസീവ് ഹോമോസൈഗസ് കണ്ടീഷൻ. ഇപ്പം ഇവിടെ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ക്യാപിറ്റൽ എ എന്ന് പറയുമ്പോൾ അത് കാരിയർ ആണോ അല്ലെങ്കിൽ ആൽബിനിസം ആണോ? ഇത് കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ആയിട്ടുള്ള കേസാണ്. ഡോമിനൻ്റ് കേസ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി എ നോർമൽ ഓഫ് സ്പ്രിങ്. അപ്പം നോർമൽ ആയിട്ടുള്ള ഓഫ് സ്പ്രിങ് ആണ് ക്യാപിറ്റൽ എ വന്നു കഴിഞ്ഞാൽ വരാൻ ചാൻസ് ഉള്ളത്. ഇനി ഹെട്രോസൈഗോട്ടാണ് ക്യാപിറ്റൽ എ സ്മോൾ എ. ഹെട്രോസൈഗോട്ട് എന്ന് പറഞ്ഞാലും നോർമലാണ്, ബട്ട് ദേ വിൽ ബി കാരിയർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്മോൾ എ അലീലുണ്ട്. സ്മോൾ എ അലീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ആൽബിനിസം കോസ് ചെയ്യുന്നത്. ഇനി സ്മോൾ എ അലീൽ വന്നാലോ ഇറ്റ് വിൽ കോസ് ആൽബിനിസം. ആൽബിനിസം എന്ന് പറയുന്നത് ആ റെസസീവ് ഹോമോസൈഗസ് ഡിസോർഡർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഓഫ് സ്പ്രിങ് പോസിബിലിറ്റീസ് ഉണ്ട്. ക്യാപിറ്റൽ എ സ്മോൾ എ ആൻഡ് സ്മോൾ എ. ഇതിൽ നിന്നും ഒരാളായിരിക്കും സ്മോൾ എ വരുന്നത്. അങ്ങനെയുള്ള ആ ഒരാളായിരിക്കും ആൽബിനിസം കാണിക്കുന്നത്. അപ്പോൾ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ദി ചൈൽഡ് ബീയിങ് ആൽബിനിസം?
പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സ്മോൾ എ ആണ് ദ ചൈൽഡ് ബീയിങ് ആൽബിനിസം. Child with albinism. So that will be 1 out of 4. 4 എണ്ണത്തിൽ ഒരാളായിരിക്കും small a. So the child being albinism is 1 by 4. The answer is 1 by 4. So clear അല്ലേ? ഇനി നമുക്ക് അടുത്ത question discuss ചെയ്യാം. Now the next question, the third question is in snapdragon flower, flower color is controlled by incomplete dominance. And the two alleles are red. Red allele എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ആർ അലീലാണ് റെഡ് ഫ്ലവറിന് വരുന്നത്. വൈറ്റ് ഫ്ലവറിന് സ്മോൾ ആർ അലീലാണ് വരുന്നത്. ആൻഡ് ദ ഹെട്രോസൈഗോട്ട് ജീനോടൈപ്പ് എന്ന് പറയുമ്പോൾ പിങ്ക് ഫ്ലവേഴ്സ് ആയിരിക്കും. നൗ ക്വസ്റ്റ്യനിൽ 2 പിങ്ക് ഫ്ലവേഴ്സിനെ ക്രോസ് ചെയ്തു. ആൻഡ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദി ഫീനോടൈപ്പ് ഓഫ് ദി പ്ലാന്റ് വിത്ത് ദ ജീനോടൈപ്പ് ക്യാപിറ്റൽ ആർ ജീനോടൈപ്പ് വരാൻ ചാൻസ് ഉള്ള പ്ലാന്റുകളുടെ പ്രൊപ്പോർഷൻ എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നൗ ലെറ്റ്സ് ഫൈൻഡ് ദ ആൻസർ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ പ്രോബ്ലമാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് കംപ്ലീറ്റ്ലി ഹോമോസൈഗസ് ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസ് എ റെഡ് ഫ്ലവർ. അതേപോലെ കംപ്ലീറ്റ് റെസസീവ് ആയിട്ടുള്ള ഒരു ഹോമോസൈഗസ് കണ്ടീഷൻ ആണെങ്കിൽ വൈറ്റ് ഫ്ലവേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വേറെ ഹെട്രോസൈഗോട്ട് കണ്ടീഷൻ ആണെങ്കിലോ പിങ്ക് ഫ്ലവേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. റെഡിൻ്റെയും വൈറ്റിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കളറാണ് ഹെട്രോസൈഗോട്ടിനുണ്ടാവുന്നത്. സോ ദാറ്റ് ഇസ് ദ പിങ്ക് ഫ്ലവേഴ്സ്. ഇനി 2 പിങ്ക് ഫ്ലവേഴ്സിനെയാണ് ഇവിടെ ക്രോസ് ചെയ്തിട്ടുള്ളത്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്രോസ്ഡ് വിത്ത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ആൻഡ് ഇവിടെ ആദ്യത്തെ പാരൻറ്റിൽ നിന്നും ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡോമിനൻ്റ് ആർ അലീൽ വരും. ആൻഡ് ആദ്യത്തെ പാരൻറ്റിൽ നിന്നും ഒരു റെസസീവ് ആർ അലീലും വരും ഇൻ ദി ഗ്യാമേറ്റ്സ്. ഇപ്പം നമ്മൾ എഴുതുന്നത് ഗ്യാമേറ്റ്സ് ആണ്. നൗ സെക്കൻഡ് പാരൻറ്റിലും സെയിം കേസാണ്. ക്യാപിറ്റൽ ആർ ഗ്യാമേറ്റും വരും, സ്മോൾ ആർ അലീലുള്ള ഗ്യാമേറ്റും വരും. ഇനി ഫെർട്ടിലൈസ് ചെയ്യാൻ നേരത്തെ വരാൻ ചാൻസുള്ള കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാരൻറ്റിൽ നിന്നും ഡോമിനൻ്റ് ആർ അലീലും സെക്കൻഡ് പാരൻറ്റിൽ നിന്നും ഡോമിനൻ്റ് ആർ അലീലും വരുവാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ക്യാപിറ്റൽ ആർ റെഡ് ഇൻഡിവിജ്വൽ. നൗ ഫസ്റ്റ് പാരൻറ്റിൽ നിന്നും ഡോമിനൻ്റ് അലീലും സെക്കൻഡ് പാരൻറ്റിൽ നിന്ന് റെസസീവ് അലീലുമാണ് വരുന്നതെങ്കിലോ ദാറ്റ് വിൽ ബി എ ഹെട്രോസൈഗോട്ട് പിങ്ക് ഫ്ലവർ. ഇനി ഫസ്റ്റ് പാരൻറ്റിൽ നിന്ന് റെസസീവ് അലീലും സെക്കൻഡ് പാരൻറ്റിൽ നിന്ന് ഡോമിനൻ്റ് അലീലും ആണെങ്കിലോ അതും ഒരു ഹെട്രോസൈഗോട്ട് പിങ്ക് ഫ്ലവർ ആയിരിക്കും. നൗ ഫസ്റ്റ് പാരൻറ്റിൽ നിന്നും റെസസീവ് ആർ അലീലും സെക്കൻഡ് പാരൻറ്റിൽ നിന്ന് റെസസീവ് ആർ അലീലാണ് വരുന്നതെങ്കിൽ കംപ്ലീറ്റ് റെസസീവ് കണ്ടീഷനാണ് ആൻഡ് ദ ഫ്ലവർ വിൽ ബി വൈറ്റ്. ഇതാണ് നമ്മുടെ പോസിബിലിറ്റീസ്. നൗ ഇനി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഹെട്രോസൈഗോട്ട് കണ്ടീഷൻ ആൻഡ് സ്മോൾ ആർ പോസിബിലിറ്റിയാണ്. നമ്മളിപ്പോൾ ഈ എഴുതിയിരിക്കുന്ന സാധനം അങ്ങോട്ട് എഴുതിയെന്നേ ഉള്ളൂ. ക്യാപിറ്റൽ ആർ ആണെങ്കിൽ ദ ഫ്ലവർ വിൽ ബി റെഡ് ആൻഡ് ദിസ് ഇസ് ഹെട്രോസൈഗോട്ട്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുമ്പോൾ ഫ്ലവർ വിൽ ബി പിങ്ക്, ദാറ്റ് ഇസ് ഇൻ്റർമീഡിയറ്റ് കളർ. ഇനി സ്മോൾ ആർ ആണെങ്കിൽ ഹോമോസൈഗസ് റെസസീവ് ആണെങ്കിൽ വൈറ്റ് ഫ്ലവേഴ്സ് ആയിരിക്കും. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ആർ ഓർ ദി റെഡ് ഫ്ലവർ ഫോം ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ദാറ്റ് ഇസ് 1 out of 4. ഈ 4 പോസിബിലിറ്റി ഉണ്ട്. 1 2 3 4 4 പോസിബിലിറ്റിയിൽ ഒരെണ്ണമാണ് റെഡ്. സോ ദ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ക്യാപിറ്റൽ ആർ ഓർ ദി റെഡ് ഫ്ലവർ ഇസ് 1 out of 4. ഇനി നെക്സ്റ്റ് ഇസ് നമുക്ക് പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെട്രോസൈഗോട്ട് നോക്കാം. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ദാറ്റ് വിൽ ബി 2 എണ്ണമാണ് ഉള്ളത്. 2 out of 4 will be capital R small r heterozygote condition or the pink flower. അപ്പോൾ ഇവിടെ probability of getting pink flower is 1 by 2. 2 എണ്ണമാണ്, 4 എണ്ണത്തിൽ 2 എണ്ണമാണ് pink flower ഉള്ളത്. So the probability of getting capital R small r is 1 by 2. ഇനി probability of getting small r that's white flower കിട്ടാനുള്ള probability 1 out of 4 ആണ്. So the answer is probability of getting capital R എത്രയാണ്? 1 by 4. Probability of getting capital R small r 1 by 2 and probability of getting small r is 1 by 4. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇതാണ്. ദിസ് ഇസ് ദ ആൻസർ, ദാറ്റ് ഇസ് 1 by 4. ക്ലിയർ ആണല്ലോ? സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. എ പിങ്ക് ഫ്ലവർ ക്രോസ്ഡ് വിത്ത് റെഡ് ഫ്ലവർ, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് പ്രൊഡ്യൂസിങ് പിങ്ക് ഫ്ലവർ? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ സെയിം ടൈപ്പ് തന്നെയാണ്.
അപ്പം ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് പിങ്ക് ഫ്ലവർ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ സോൾവ് ചെയ്യുക. ഓക്കെ, സോ നൗ ലെറ്റ് us ഡിസ്കസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ when a homozygous plant that produce purple fruit is crossed with a homozygous plant that produce white fruit, purple fruit is dominant over white fruit and the F1 progeny is violet in color. The F1 plant is test crossed. What proportion of the progeny from the cross will be white? അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഒരു ഹോമോസൈഗസ് ആയിട്ടുള്ള പർപ്പിൾ ഫ്രൂട്ടും ഹോമോസൈഗസ് ആയിട്ടുള്ള വൈറ്റ് ഫ്രൂട്ടുമാണ്. സോ ലെറ്റ്സ് ടേക്ക് എ പി അലീലായിട്ട് എടുക്കാം. ഹോമോസൈഗസ് ഡോമിനൻറ്റ് കണ്ടീഷൻ ആണെങ്കിൽ ദ ഫ്രൂട്ട് വിൽ ബി പർപ്പിൾ. നൗ ഹോമോസൈഗസ് റെസസീവ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിലോ ദ ഫ്രൂട്ട് വിൽ ബി വൈറ്റ്. അപ്പോൾ പർപ്പിൾ ആണ് ഡോമിനൻറ്റ് ആൻഡ് വൈറ്റ് ഇസ് റെസസീവ്. നൗ ഹെട്രോസൈഗോട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വയലറ്റ് ആണ്. ഹെട്രോസൈഗോട്ട് ഇസ് വയലറ്റ് ദാറ്റ് പ്രൊഡ്യൂസസ് ഇന്റർമീഡിയറ്റ് കണ്ടീഷൻ, ദാറ്റ് ഇസ് പർപ്പിളിൻ്റെയും വൈറ്റിൻ്റെയും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള കളറാണ് വയലറ്റ് എന്ന് പറയുന്നത്. അതാണ് ഹെട്രോസൈഗോട്ടിൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്രോസ് എന്ന് പറയുമ്പോൾ capital P, a purple homozygous fruit is crossed with a small p, a complete homozygous recessive white fruit. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ വരാൻ ചാൻസ് ഉള്ള ഗാമേറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാരന്റിൽ നിന്നും ക്യാപിറ്റൽ പിയും സെക്കൻഡ് പാരന്റിൽ നിന്നും സ്മോൾ പി ഗാമേറ്റും വരാം. ആൻഡ് ഇവർ ഫെർട്ടിലൈസ് ചെയ്ത് കഴിയുമ്പോൾ പോസിബിൾ ഔട്ട്കം എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ പി ആൻഡ് സ്മോൾ പി ആണ്. ആൻഡ് ദാറ്റ് ഇസ് എ വയലറ്റ് ഫ്രൂട്ട്. ഇനി ഇതാണ് F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? F1നെ ടെസ്റ്റ് ക്രോസ് ചെയ്തു. വാട്ട് ഇസ് ടെസ്റ്റ് ക്രോസ്? ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസസീവ് പാരന്റുമായിട്ടുള്ള ക്രോസ് ആണ്. അപ്പോൾ സ്മോൾ പി ഓർ എ വൈറ്റ് ഫ്രൂട്ടുള്ള പ്ലാന്റ് ആയിട്ട് ക്രോസ് ചെയ്യണതിനെയാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ F1 എന്ന് പറയുമ്പോൾ എന്താണ്? ഹെട്രോസൈഗോട്ടാണ്. ക്യാപിറ്റൽ പി സ്മോൾ പി ഇസ് ക്രോസ്ഡ് വിത്ത് സ്മോൾ പി. അപ്പോൾ ക്യാപിറ്റൽ പി സ്മോൾ പിയിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഗാമേറ്റ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം ക്യാപിറ്റൽ പി ഗാമേറ്റും വരും, ഒരെണ്ണം സ്മോൾ പി ഗാമേറ്റും വരും. ഇവിടെ ആകെ സ്മോൾ പി മാത്രമേ ഉള്ളൂ, അപ്പോൾ സ്മോൾ പി ഗാമേറ്റേ വരുള്ളൂ. ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ പി ഫ്രം ഫസ്റ്റ് പാരന്റ് ആൻഡ് സ്മോൾ പി ഫ്രം സെക്കൻഡ് പാരന്റ് വരുമ്പോൾ ക്യാപിറ്റൽ പി സ്മോൾ പി, ആൻഡ് സ്മോൾ പി ഫ്രം ഫസ്റ്റ് പാരന്റ് ആൻഡ് സ്മോൾ പി ഫ്രം സെക്കൻഡ് പാരന്റ് വരുമ്പോൾ സ്മോൾ പി. ഇങ്ങനെ ഒരു ഇതാണെങ്കിലോ എന്ത് ഫ്രൂട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഇസ് എ ഹെട്രോസൈഗോട്ട്. ഹെട്രോസൈഗോട്ട് എന്ന് പറയുമ്പോൾ വയലറ്റ് ഫ്രൂട്ടാണ്. ആൻഡ് ഹിയർ ഇസ് ഹോമോസൈഗസ് റെസസീവ്, അത് വൈറ്റ് ഫ്രൂട്ടാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? F1നെ ടെസ്റ്റ് ക്രോസ് ചെയ്ത് കഴിയുന്നതിന് ശേഷം പി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ഫ്രൂട്ട്. പി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് സ്മോൾ പി ആണ്. നമുക്കിവിടെ എത്ര പോസിബിലിറ്റി ഉണ്ട്? ഒരു വയലറ്റും ഉണ്ട്, ഒരു വൈറ്റും ഉണ്ട്. 1 വയലറ്റ് ആൻഡ് 1 വൈറ്റ്. ഈ രണ്ടെണ്ണത്തിൽ നിന്നും ഒരെണ്ണമായിരിക്കണ്ടേ വൈറ്റ്. സോ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് white fruit is 1/2. 1 out of 2 will be a white fruit. ക്ലിയർ ആണോ? സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജെനറ്റിക്സ് പോർഷൻ കവർ ചെയ്യുമ്പോൾ തിയറിയോടൊപ്പം തന്നെ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളിപ്പോൾ ഡിസ്കഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്, അതും സോൾവ് ചെയ്ത് നോക്കുക. മനസ്സിലായോ എന്ന് നോക്കുക. തിയറി പഠിക്കുന്നതിനോടൊപ്പം പ്രോബ്ലംസും സോൾവ് ചെയ്ത് പോകുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫ്രം ടോസ് അക്കാഡമി.